നമ്മുടെ ഭൂതകാല സ്മൃതികളിൽ കേട്ടുമുഴങ്ങുന്ന ഒരു പാട്ടിൻ്റെ ഈണം കൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാനൊരു ഗായകനല്ല. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ടോ പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഈ പാട്ട് കേട്ടപ്പോൾ ഇതേതെങ്കിലും കാമുകൻ കാമുകിയോട് പാടിയതാണ് എന്ന് അക്കാലത്ത് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിന്ന് പോകാൻ പോകുന്ന വീട്ടിലെ 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ പത്നിയോട് ചോദിക്കുന്ന ചോദ്യമാണത്. അങ്ങാരാണെന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങു വെറും 4 യാചകനാണെന്നോ. പ്രാണസഖി നന്നായി അറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദീർഘമുമില്ല പ്രിയേ, എന്നാലും എൻ്റേതായൊരു ദീർഘമുമില്ല പ്രിയേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു 5ാം ഖലീഫ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഖുലഫാഉർ റാഷിദുകളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവർ കഴിഞ്ഞ് തൊട്ടയുടനെ ഖലീഫയായ ആളല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പക്ഷെ 5ാം ഖലീഫ എന്ന സ്ഥാനലബ്ധി അല്ലെങ്കിൽ ആ പേര് കിട്ടിയത് അദ്ദേഹത്തിനാണ്. അലി റളിയല്ലാഹു തആല അൻഹുക്ക് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരിയ ദിവസങ്ങളിലെ ഭരണമുണ്ടായി. മുആവിയ ഉണ്ടായിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമവിയ രാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖലീഫ എന്ന് പറയുന്ന രൂപത്തിൽ അറിയപ്പെട്ടത് 5ാമത്തെ ഖലീഫയായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. 2ാം ഉമർ. ആരാണ് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാതിരാത്രിയിൽ വേഷപ്രച്ഛന്നനായി ഇങ്ങനെ യാത്ര പോവുകയാണ്. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യാത്രയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു പുലരാൻ നേരത്ത് ഉമ്മ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ തൻ്റെ മകളോട് പറയുകയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്ക് എന്ന്. മോള് പറയുന്നുണ്ട്, ഞാൻ ചേർക്കില്ല. ഖലീഫ ഉമറിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഉമ്മ പറഞ്ഞു, അതിന് ഖലീഫ ഉമറൊക്കെ പുതച്ചു മൂടി കിടന്നുറങ്ങുകയാകും. ആര് പറഞ്ഞു പാട്ട് പാടാൻ അറിയില്ല എന്ന്? അത് പാട്ടായിട്ടുണ്ടാവും. നോക്കാം, അവസാനം ആ പാട്ടിൻ്റെ രംഗം നമുക്ക് പറയാം. അപ്പോൾ ഈ ചിരി അപ്പം ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, ആ കുട്ടി പറയുകയാണ്, പെൺകുട്ടി പറയാണ്, അതിന് ഉമ്മ പറയുകയാണ്, പാലിൽ നീ വെള്ളം ചേർക്കുന്നത് അറിയാൻ ഖലീഫ ഉമർ പുതച്ചു മൂടി കിടന്നുറങ്ങുകയല്ലേ, എങ്ങനെ അറിയും? അപ്പോൾ മകൾ പറഞ്ഞു, ഖലീഫ ഉമറിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ രാജതമ്പുരാൻ അതറിയും, അതുകൊണ്ട് ഞാൻ ചേർക്കില്ല. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കുകയാണ്. അദ്ദേഹത്തിന് അത് വലിയ എന്താ പറയുക, ഭയങ്കരമായി ഇഷ്ടമായി. തൻ്റെ വീട്ടിലേക്ക് വന്നു. പിറ്റേന്നത്തെ പ്രഭാതത്തിൽ മക്കളെ വിളിച്ചു ചേർത്തു. അബ്ദുല്ലാഹിബ്നു ഉമർ ഒരു മകനാണ്, ആസിം എന്ന് പറയുന്ന മകനുണ്ട്. അവരോട് പറയുകയാണ്, ആസിമെ, നിനക്ക് ഞാനൊരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏതാ കുട്ടി എന്നറിയോ? മദീനയിലെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയാണ്. തൻ്റെ ഭൃത്യനെ കൊണ്ട് ആ വീട്ടിൽ പോയി അവിടുത്തെ അവസ്ഥയൊക്കെ അന്വേഷിക്കാൻ ഖലീഫ ഉമർ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആ ഉമ്മ അങ്ങനെ പറയാൻ കാരണം, വളരെ പാവപ്പെട്ടവരാണ്, ഉപ്പയില്ലാത്ത കുട്ടിയാണ്, വീടാണ്. അപ്പോൾ പാലിൽ വെള്ളം ചേർത്തിട്ട് കുറച്ച് ലാഭം കിട്ടും, അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കുട്ടിയുടെ ഭയഭക്തി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ലാത്ത ഇഷ്ടമായി. ആസിമിനോട് പറഞ്ഞു, നീ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. നീ കല്യാണം കഴിക്കില്ലെങ്കിൽ എനിക്ക് കഴിക്കായിരുന്നു, പക്ഷേ ഞാൻ വിവാഹം കഴിക്കേണ്ട ഒരു പ്രായം കഴിഞ്ഞു, നമുക്കതിൽ താല്പര്യമില്ല. പക്ഷേ ആസിമേ, ഈ പ്രപഞ്ചത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നതിലേറ്റവും പുണ്യവതിയായ പത്നിയാണ് ആ കുട്ടി, നീ അവളെ കല്യാണം കഴിക്കണം. അങ്ങനെ ആ മദീനയിലെ രാജാവിൻ്റെ
മീൻസ് ഖലീഫയുടെ പുത്രൻ കല്യാണം കഴിക്കുന്നത് പരമദരിദ്രയായ അനാഥയായി വളർന്ന ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരാണ് ഫാത്തിമ എന്ന്. ആ വിശുദ്ധമായ ജീവിതത്തിൽ അവർക്കൊരു കുട്ടി പിറന്നു. ആ കുട്ടിയുടെ പേരാണ് ലൈല എന്ന്. നോട്ട് ചെയ്ത് വെക്കണേ, അരികിൽ കടലാസും പേനയുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അവരുടെ പേരാണ് ലൈല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിമിന്റെയും പത്നി ഫാത്തിമയുടെയും കുട്ടിയായി പിറന്നു ലൈല. ഈ ലൈലയെ കല്യാണം കഴിച്ചത് മർവാന്റെ മകൻ അബ്ദുൽ അസീസ് എന്നു പേരുള്ളവരാണ്. ഉമയ്യ ഭരണകർത്താക്കളിൽ പ്രശസ്തനാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അവരുടെ മകനാണ് അബ്ദുൽ അസീസ്. അവർ കല്യാണം കഴിച്ചു ഈ ലൈലയെ. അബ്ദുൽ അസീസ് മദീനയിൽ ജീവിച്ചയാളാണ്. അവരുടെ ഉപ്പ ഈജിപ്തിലെ ഗവർണറായിരുന്നു, പിന്നെ ഖലീഫയായിട്ടുണ്ട്. ഈ അബ്ദുൽ അസീസ് ലൈല എന്നവരുടെ പുത്രനായിട്ടാണ് നമ്മൾ ഇന്ന് കയറി നിൽക്കുന്ന വീട്ടിലെ ചരിത്ര പുരുഷനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ജനിക്കുന്നത്. ഉമർ രണ്ടാമൻ ജനിക്കുന്നത്. എഴുതി വെച്ചോളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ലൈലയുടെ മകനാണ് ഉമർ രണ്ടാമൻ എന്ന് പറയുന്നത്. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് ധാരാളമായി മതപ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ് കൂടുതൽ കേൾക്കുന്നത്. പക്ഷേ നെഞ്ചു ചേർത്തു പിടിക്കേണ്ട കണ്ണീരിന്റെ ജീവിത സ്പർശമാണ്, ജീവിത ഗന്ധിയായ ഇസ്ലാമിക സ്പർശമുള്ള ജീവിതമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ. അപ്പോൾ ഈ പ്രതാപമായ ഒരു പരമ്പരയിലാണ് ഉമർ രണ്ടാമൻ ജനിക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഈജിപ്തിലാണ്. ബാപ്പ ഈജിപ്തിന്റെ ഗവർണറാണ്. അവരുടെ വല്യപ്പ ഖലീഫയാണ്. ഗവർണറുടെ കൊട്ടാരത്തിലെ ആലക്തിക പ്രകാശ ജ്വാലയിൽ സകല ആഡംബരങ്ങൾക്കിടയിലുമാണ് ഉമർ രണ്ടാമൻ പിറവിയെടുക്കുന്നത്, ജീവിക്കുന്നത്. എന്നാൽ അവർ വിശുദ്ധരായ ഇസ്ലാമിന്റെ വാഹകരായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് കുറച്ച് വളർന്നപ്പോൾ, പ്രാഥമികമായ പഠനം ഈജിപ്തിൽ നിന്ന് ലഭിച്ചപ്പോൾ, മകൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ് ഉപ്പയോട്, അബ്ദുൽ അസീസിനോട്, എനിക്ക് മദീനത്ത് പോകണം, പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ റൗളയുടെ പരിസരത്ത് ജീവിക്കണം, കേട്ടു പതിഞ്ഞ കഥകളിലെ മഹാനായ നായകൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അരികിൽ എനിക്ക് പോകണം. തന്റെ പിതൃവ്യനാണ് അല്ലെ, പിതാമഹനാണ് അല്ലെ, ഉപ്പയുടെ പാപ്പയാണ് ഉമർ ബിൻ ഖത്താബ്. അവിടേക്ക് പോകണം. നോക്കൂ നിങ്ങൾ, ഒരു കുട്ടി തന്റെ പിതാവിനോട് തന്റെ പഠനാവശ്യം അൽ മദീനത്തുൽ മുനവ്വറയാകണം, ആ മാഹൗലിൽ ജീവിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. പറഞ്ഞയച്ചു. ലൈലയും അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവര് പറഞ്ഞയച്ചു മദീനയിലേക്ക്. പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയുടെ സമീപത്ത് ജീവിച്ചു എന്ന് മാത്രമല്ല, തന്റെ പിതാമഹനെ ദിവസവും അദ്ദേഹം സന്ദർശിക്കാൻ തുടങ്ങി. വലിയ പാണ്ഡിത്യം ലഭിച്ചു. ഗവർണറുടെയും കൊട്ടാരത്തിലെ ജീവിതവും ഉണ്ടായിട്ട് പോലും വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. ഈജിപ്തിലെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമ്മൾ ഇന്ന് ഉച്ചക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുതിര തട്ടിയിട്ട ഉമർ രണ്ടാമൻ എന്ന്. ആ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വാപ്പയമ്മയും വീട്ടിലിരിക്കുമ്പോൾ കുതിര അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് തട്ടി വീഴ്ത്തിയിട്ടുണ്ട്. മുറിവേറ്റ് പെടഞ്ഞു കരഞ്ഞ ഉമർ എന്ന കൊച്ചുകുട്ടിയെ ഇടയിൽ ആരെങ്കിലും വരുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കിയ ഖലീഫ ഉമർ എന്നാവും റളിയല്ലാഹു അൻഹു. ആദ്യം മുതലുള്ളവർക്കറിയാം ഇത് ഉമർ രണ്ടാമനെ കുറിച്ചാണ്. അതുകൊണ്ട് 570 ആളുകൾ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് അവസാനത്തിലെ ആൾ വരുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് വർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ ഷെയർ ബട്ടൺ അമർത്തു കേട്ടോ. സുഖമാണല്ലോ ഇസ്ലാം. അബ്ദുൽ അസീസ് ഓടി വന്ന് തൻ്റെ കുട്ടിയെ വാരിയെടുത്തു. നോക്കുമ്പോൾ കുതിരയുടെ ചവിട്ടേറ്റ് വീണ് നെറ്റിത്തടം പൊട്ടി രക്തമൊഴുകുകയാണ്. ആ രക്തം തുടച്ചുകൊണ്ട് അബ്ദുൽ അസീസ് പറയുന്നൊരു വാക്കുണ്ട്, മോനെ ഉമറേ, നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ, പക്ഷേ നിന്റെ പിതാമഹൻ പറഞ്ഞൊരു വാക്കുണ്ട്. നിന്റെ പിതാമഹൻ
ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പരമ്പരയിൽ ഒരു ഉമർ വരാനിരിക്കുന്നുണ്ട്. ജസീറത്തുൽ അറബിനെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു നായകനായി മുജദ്ദിദായി വരുന്നുണ്ട് എൻ്റെ ഒരു പേരമകൻ എന്ന് ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മോനെ, നിന്റെ പേര് ഉമർ എന്നാണ്, നീയും ഖത്താബിന്റെ മകൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. ആ ഭാഗ്യം നിന്നിലൂടെയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. നിന്റെ പിതാമഹൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വീണിട്ട് അവന്റെ നെറ്റി പൊട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ നെറ്റി പൊട്ടി രക്തമൊഴുകിയിട്ടുണ്ട്. അത് അതേപോലെ സംഭവിക്കുകയാണ് അല്ലേ? മാഷാ അല്ലാഹ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പഠിച്ചു, യുവാവായി, വളർന്നു വലുതായി. അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചു, അബ്ദുൽ അസീസ് മരിച്ചു. അദ്ദേഹം പിന്നെ തൻ്റെ വല്ലിപ്പയുടെ വീട്ടിൽ, അബ്ദുൽ മലിക്കിന്റെ വീട്ടിലാണ് താമസിച്ചത്. അബ്ദുൽ മലിക് ആ കാലഘട്ടത്തിലെ ഖലീഫയാണ്. അവിടെയാണ് പിന്നീട് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ വലീദിനോടൊപ്പം അദ്ദേഹം ജീവിച്ചു. ഇവിടെ രസകരമായ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ദീനി പഠനം നടത്തിയത് മദീനയിൽ നിന്നാണ്. വിശുദ്ധമായി സകല ഉസ്താദുമാരുടെയും അഭിവദ്യം നേടിയ ആളാണ്. പക്ഷെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ആ കൊട്ടാരത്തിൻ്റെ പ്രൗഢിയിൽ ജീവിക്കാൻ ശ്രമിച്ചില്ല. തുടക്കത്തിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് മദീന നോവുറത്തുന്ന ഓർമ്മകളായി. മനസ്സ് മദീനയിലേക്ക് പറന്നുപോയപ്പോൾ കൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിലും ഒരു ഫഖീറായി ജീവിക്കുകയാണ് അബ്ദുൽ അസീസിന്റെ മകൻ ഉമർ രണ്ടാമൻ. അങ്ങനെ കുറച്ച് വലുതായപ്പോൾ അബ്ദുൽ മലിക്കിന്റെ മകൾ ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്തു അബ്ദുൽ അസീസിന്. അബ്ദുൽ മലിക്കിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അബ്ദുൽ മലിക് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വലീദ് ഭരണാധികാരിയായി, ഖലീഫയായി, വലീദായി. ഈ വലീദ് അബ്ദുൽ അസീസിന് ഉമർ രണ്ടാമനെ, അങ്ങോട്ടും ഇങ്ങോട്ടും പേര് കൺഫ്യൂഷൻ ആകരുത്, ഉമർ രണ്ടാമനെ ഹിജാസിന്റെ ഗവർണറാക്കി. ഹിജാസ് എന്ന് പറഞ്ഞാൽ മദീന ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രവിശ്യയാണ്. മദീനയുടെ ഗവർണറാക്കി. അങ്ങനെ മദീനയിലേക്ക് ഉമർ രണ്ടാമൻ തിരിച്ചു വരുന്നുണ്ട്. മദീനയുടെ ഗവർണറായപ്പോൾ എന്താ അദ്ദേഹം ചെയ്തത് നിങ്ങൾക്കറിയോ? മസ്ജിദുൻ നബവി വികസിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. റൗള ഷരീഫിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഉമർ രണ്ടാമൻ്റെ ആ ഡെവലപ്മെന്റാണ് മസ്ജിദുൻ നബവിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും വലിയ പ്രവർത്തനമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നിട്ട് പറയാ, ഈ റൗള ഷരീഫിന്റെ ചുറ്റുഭാഗവും ആഴത്തിൽ കുഴിച്ച് അവിടെ നന്നായി ബലപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം അതിന് ഒരു പരുക്കും പറ്റാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അതിങ്ങനെ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാല് പുറത്തേക്ക് വന്നു. ജനങ്ങൾ ഞെട്ടി. മദീന മുഴുവൻ ഒഴുകിയെത്തി. എവിടെ? ഹായ് മുത്തേ ബഷീർ വൈസി, ഐ ലവ് യു, ഇന്നി ഉഹിബ്ബുക ഫില്ലാ. തിരിച്ചു. അപ്പോ ആളുകളൊക്കെ ഒഴുകിയെത്തിയപ്പോൾ ഒരു കാല് പുറത്തേക്ക് കാണുകയാണ്. പലരും അഭിപ്രായപ്പെട്ടു അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദമായിരിക്കാം. അത് വല്ലാത്ത സന്ദേഹവും വിഷമവും മദീനയിലുണ്ടായി. പക്ഷേ അതാരുടെ കാലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ മഹാനായ പണ്ഡിതൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു. ഖലീഫ ഉമറിനെ കണ്ട ആളാണ് ഉർവ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദമല്ല, ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോഴാണ്? ആ വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിച്ചിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം ഉണ്ടായിട്ടുണ്ട്,
ഹസൻ റളിയല്ലാഹുവിന്റെ കുറച്ച് ദിവസത്തെ ഭരണമുണ്ടായിട്ടുണ്ട്, ഈ മാസങ്ങളുടെ. മുആവിയുടെ ഭരണമുണ്ടായിട്ടുണ്ട്, മർവാൻ ചക്രവർത്തിമാരുടെ. അത്ര ദീർഘമായിട്ടില്ലെങ്കിലും കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണെന്ന് തിരിച്ചറിയുകയും അത് ആ ഭാഗം പിന്നീട് മണ്ണിട്ട് മൂടുകയും ചെയ്തിട്ടുണ്ട്. അവർ മരണപ്പെട്ടാലും അവിടെ തന്നെയുണ്ട് എന്നാണ്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ഭരണമാണ്. ഖലീഫയായിട്ടില്ല കേട്ടോ, ഗവർണർ മാത്രമാണ്, മദീനയുടെ ഗവർണർ. മദീനയുടെ ഗവർണറായിരിക്കുമ്പോൾ സുൽത്താൻ വലീദ് ഖലീഫക്ക് അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: ഹജ്ജാജ് ബിൻ യൂസുഫിനെ മദീനയിൽ പ്രവേശിപ്പിക്കരുത്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂരനായ ഗവർണറായിരുന്നു. ഇസ്ലാമിക ഖലീഫയുടെ കീഴിൽ തന്നെ ക്രൂരനായ ഗവർണറായിരുന്നു. ഒരു പ്രവിശ്യയുടെ, ഇറാഖ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുടെ ഗവർണറായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അധികാരം ഏറ്റെടുക്കുമ്പോൾ വാള് വീശിക്കൊണ്ട് അദ്ദേഹം പറയാൻ, ആര്? ഹജ്ജാജ് ബിൻ യൂസുഫ് പറയാൻ, എൻ്റെ വാളിന് ദാഹിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഏതാളുകളുടെയാണ് തല ഈ വാള് കൊയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ വാളിന് ദാഹിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ച ചരിത്രത്തിലെ ക്രൂരത കാണിച്ച ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. പിന്നീട് അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, താൽക്കാലികമായിട്ടെങ്കിലും. ഈ ഹജ്ജാജ് ബിൻ യൂസുഫിനെ മദീനയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് കത്തെഴുതി നമ്മുടെ ചരിത്ര പുരുഷൻ ഉമർ രണ്ടാമൻ വലീദിന്. വലീദ് എന്ന് പറഞ്ഞാൽ അളിയനാണ്, ഭാര്യയുടെ ആങ്ങളയാണ്, അല്ലേ? പക്ഷെ അദ്ദേഹമാണ് ഖലീഫ. കത്തെഴുതിയപ്പോൾ ഹജ്ജാജിനെ വിളിച്ച് അന്വേഷിച്ചു കാര്യം. ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യമായി ഈ ഉമർ രണ്ടാമനോട് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസിനോട്. അത് പിന്നെ കലാശിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഹിജാസിന്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന്, മദീനയുടെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മഹാനായ ഇബ്നു ഉമർ രണ്ടാമനെ മാറ്റി നിർത്തി റളിയല്ലാഹു അൻഹു. ദിവസങ്ങളേറെ കടന്നുപോയി. റോമുമായിട്ടൊരു യുദ്ധമുണ്ടാവുകയാണ് ഇസ്ലാമിക ഭരണകൂടം. വലീദ് ഈ ഉമർ രണ്ടാമനോട് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട മദീനയുടെ ഗവർണറോട് പറയുകയാണ്, നിങ്ങൾ യുദ്ധത്തിൽ ഒരു സാധാരണ പടയാളിയായി പങ്കെടുക്കണമെന്ന്. ഹബീബിങ്ങളെ, ഉമർ രണ്ടാമന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ? എന്നോടോ നിങ്ങളോടാണ് പറയുകയാണെങ്കിലോ? ഒരു വലിയ പ്രവിശ്യയുടെ ഗവർണർ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഉമർ രണ്ടാമൻ റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, നിങ്ങൾ ഒരു സേനാധിപതിയായി പോകണമെന്നല്ല, കേവലം ഒരു ഓർഡിനറി ആർമിയിലെ അംഗമായി, ഒരു പടയാളിയായിട്ട് നിങ്ങൾ റോമിലേക്ക് പോകണമെന്ന്. അദ്ദേഹത്തോട് പലരും വന്ന് പറഞ്ഞു, നിങ്ങൾ പോകരുത് കേട്ടോ, വലിയ പദവിയിലിരുന്ന ആളാണ് നിങ്ങൾ, അൽ മദീനത്തുൽ മുനവ്വറ ഉൾക്കൊള്ളുന്ന ഹിജാസിന്റെ ഭരണാധികാരിയായിരുന്ന ആളാണ് നിങ്ങൾ പോകരുത്. പക്ഷെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫക്കീറായി ജീവിച്ച മഹാൻ പറയാണ്, ഞാൻ പോകും. ഞാൻ വലീദിന് വേണ്ടിയിട്ടല്ല സമരത്തിന് പോകുന്നത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഖാമത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും. അവിടെ എനിക്ക് സ്ഥാനമുണ്ടോ എന്നതല്ല, എനിക്ക് അധികാരമുണ്ടോ എന്നതല്ല, ഞാനൊരു സാധാരണ പടയാളിയായി അവിടെ പോയി യുദ്ധം ചെയ്യും. ഒരു സംഘടനയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ, പിന്നെ ആ സംഘടനയോടുള്ള നമ്മുടെ നിലപാടെന്താണ്? ഞാൻ ഒരു മഹൽ കമ്മിറ്റിയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടാൽ, പിന്നെ ആ കമ്മിറ്റിയോടുള്ള നമ്മുടെ നിലപാടെന്താണ്? നമ്മൾ ഹാജിയാരാണ്, വലിയ വലിയ സദക്ക ചെയ്യുന്ന ആളാണ്, റമദാനിലൊക്കെ സദക്ക ചെയ്യുന്ന ആളാണ്. പക്ഷേ അധികാരം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് കേൾക്കുന്ന ഞാനും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ തൽക്കാലം ഒന്ന് കേരളത്തിൽ വന്നാണ്, തിരിച്ചു പോകാം മദീനയിലേക്ക് തന്നെ. പക്ഷേ ആ മനുഷ്യൻ സാധാരണക്കാരനെ പോലെ സമരം ചെയ്തു അവിടെ പോയിട്ട് എന്നാണ്. പിന്നീട് വലീദിൻ്റെയൊക്കെ മരണശേഷം പ്രവിശാലമായ രാജ്യത്തിൻ്റെ ഖലീഫയായി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചുമതലയേൽക്കുന്നുണ്ട്. ഞാനത് ബ്രീഫ് ചെയ്ത് പറയുന്നത് 1 മണിക്കൂർ കൂടണ്ടെന്ന് ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം വന്നതുകൊണ്ട് ഞാനത് ബ്രീഫ് ചെയ്ത് പറയുകയാണ്. അദ്ദേഹം ഭരണാധികാരിയാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഖലീഫയായി തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളാണ്. പിന്നാലെ ചെന്ന് പിടിച്ചു കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന്റെ ബയ്യത്ത് ഏൽപ്പിക്കുന്നത്. സുൽത്താൻ സുലൈമാന്റെ ഭരണകാലത്തിന് ശേഷമാണ് ഇദ്ദേഹം ഖലീഫയാകുന്ന ഉമർ രണ്ടാമൻ. ഹിജാസിന്റെ മാത്രമല്ല,
സിന്ധ് മുതൽ ഫ്രാൻസ് വരെ നീണ്ടു കിടക്കുന്ന കൂഫയും ബസറയും പേഴ്സയും ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായി ഉമർ ബിൻ അബ്ദുൽ അസീസ് ചുമതലയേൽക്കുകയാണ്. അന്ന് അദ്ദേഹം നടത്തുന്ന ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബയിൽ അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹുവിനെ വഴിപ്പെടുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വഴിപ്പെട്ടാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് എതിര് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രജകളെ, നിങ്ങൾ ഈ ഖലീഫയെ അനുസരിക്കേണ്ടതില്ല. നിങ്ങളുടെ വാളിന് നിങ്ങൾ മൂർച്ച കൂട്ടിക്കൊള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെതിര് ചെയ്യുന്നു എങ്കിൽ എന്ന് പ്രസംഗിച്ച ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ആടയാഭരണങ്ങളുമായി കൊട്ടാരത്തിന്റെ പരിചാരകർ വന്നു നിൽക്കുകയാണ്. സൈനിക മേധാവികൾ വന്നു നിൽക്കുകയാണ്. സാധാരണഗതിയിൽ രാജാവ്, പുതിയ ഖലീഫ ഭരണമേൽക്കുമ്പോൾ കൊട്ടും കുരവയുമായി ആഹ്ലാദ ആരവങ്ങളോടെ വെഞ്ചാമരങ്ങൾ വീശി തുയിലുണർത്തിക്കൊണ്ടാണ് ഖലീഫയെ കൊട്ടാരത്തിലേക്ക് അനയിക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇതെന്തിനാണ് ഈ വാഹനങ്ങൾ? എന്തിനാണ് ഈ വില പിടിച്ച കുതിരകളും അണിഞ്ഞൊരുങ്ങിയ ഒട്ടകങ്ങളും വന്നു നിൽക്കുന്നത്? സൈനിക മേധാവിയും ഭരണത്തിലെ പ്രധാനികളും പറഞ്ഞു, ഖലീഫ, നിങ്ങൾ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാണ്, പ്രസിഡന്റ് ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക്. അതുകൊണ്ട് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാനാണ്. കരയുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആലോചിച്ച് നോക്കണേ, ഒരധികാരം കിട്ടിയാൽ, എനിക്കൊരധികാരം കിട്ടിയാൽ ഞാൻ കരയുമോ സന്തോഷിക്കുമോ? നിങ്ങൾക്കൊരധികാരം കിട്ടിയാൽ നിങ്ങൾ കരയുമോ സന്തോഷിക്കുമോ? ഫ്ലെക്സ് ബോർഡ്, നമ്മുടെ നാട്ടുകവലകളിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ നിരക്കില്ല. വിതുമ്പലടക്കാവാനാതെ കരഞ്ഞുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്കിന്റെ കിടങ്ങ് കീറിയ രംഗം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഷുഐബ് അബീ താലിബിൽ ഭക്ഷണമില്ലാതെ, വെള്ളം കിട്ടാതെ പച്ചിലകൾ മാത്രം കഴിച്ച മാസക്കണക്കിന് കഴിഞ്ഞ എൻ്റെ ഹബീബിനെ എനിക്ക് ഓർമ്മ വരികയാണ്. എൻ്റെ പിതാമകൻ ഉമർ ബിൻ ഖത്താബിനെ ഓർമ്മ വരികയാണ്. ഉണക്കറൊട്ടി മാത്രം കഴിച്ച് ജീവിച്ച ഖത്താബിൻ്റെ മകൻ എൻ്റെ പിതാമകൻ ഓർമ്മ വരികയാണ്. ഉണക്ക ഇറച്ചി മാത്രം കഴിച്ചവനാണ് ഞാൻ. ഉണക്ക ഇറച്ചി മാത്രം കഴിക്കുന്ന അറബി പെണ്ണിന്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ അലിയെ ഓർമ്മ വരികയാണ് റളിയല്ലാഹു അൻഹു. കുതിരയാലയങ്ങൾക്ക് മുന്നിൽ പുല്ല് ചെത്തിക്കൊണ്ടുപോയി അന്നത്തെ കുബൂസിന് വക കണ്ടെത്തിയ ഹലിയിൽ മുർത്തലയെ ഓർമ്മ വരികയാണ് എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരികയാണ്. മുസ്ലിഫ് ഓതിയും തൊപ്പി തുന്നിയും ജീവിച്ച ആ ഖലീഫയെ ഓർമ്മ വരികയാണ് എന്ന് പറഞ്ഞു വിതുമ്പലടക്കാനാവാതക്കാരൻ. അവർ പറഞ്ഞു, ഖലീഫ കൊട്ടാരത്തിലേക്ക് വരും. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരില്ല. അവിടെ സുൽത്താൻ സുലൈമാന്റെ കുടുംബങ്ങളുണ്ട്. അവരെന്നാണ് അവിടെ സ്വയഷ്ടപ്രകാരം ഇറങ്ങുന്നത്, അതുവരെ അവിടെ താമസിക്കട്ടെ. ഞാൻ എൻ്റെ ഫാത്തിമയുടെ കുടിലിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി വന്നു ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അന്നത്തെ ആ ദിവസത്തെക്കുറിച്ച് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പത്നി പറയുന്നുണ്ട്, ദഖൽതു അലാ ഉമർ യൗമൻ, ഒരു ദിവസം ഓടി വന്നു ഉമർ വീട്ടിലേക്ക്. വഹുവ ജാലിസുൻ ഫീ മുസല്ല, അങ്ങനെ വന്ന് റൂമിലേക്ക് കയറി മുസല്ലയിലിരുന്ന് കരയാൻ തുടങ്ങി. വാലിയൻ ഖദ്ദുഹു അലാ യദി, അവരുടെ കൈ ഇങ്ങനെ നെറ്റിയിലേക്ക് വെച്ചിട്ട് കയ്യിലേക്ക് തല താങ്ങിയിരുന്ന് വബക്ക ബക്ക ബുക്കഅൻ ശദീദ, ശക്തമായി കരയാൻ തുടങ്ങി അദ്ദേഹം. അവിടത്തെ ഇടത്താടി രോമങ്ങൾ നനച്ച അശ്രുകണങ്ങൾ തുള്ളിത്തുളുമ്പി ഒഴുകാൻ തുടങ്ങി. ഖുൽതുലഹു ഫഖുൽതുലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ബാലുക വഫീ ബുകാഉക, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നേ? ഏത് ദിവസാന്നറിയോ? സിന്ധ് മുതൽ ഫ്രാൻസ് വരെ പരന്ന് കിടക്കുന്ന കൂഫയും ബസറയും ഇറാഖും പേഴ്സിയും ഹിജാസും ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ, ഇന്നത്തെ സൗദി അറേബ്യയുടെ അതിർത്തി പോലുമല്ല സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ സൗദി അറേബ്യ എന്ന് പറയുന്ന ആ വലിയ രാജ്യത്തിന്റെ അതിർത്തി പോലുമല്ല, അതിനേക്കാൾ വലിയ ഇന്നത്തെ ഒമാനും ബഹ്റൈനും കുവൈറ്റും ഒക്കെ ഉൾക്കൊള്ളുന്ന, ഇറാനും ഇറാഖും ഉൾക്കൊള്ളുന്ന, എന്തിന് ഈജിപ്തും ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യത്തിന്റെ അധിപൻ അധികാരമേറ്റ ദിവസം പറയാണ്, എന്തിനാണ്
ഖാല വൈഹകി യാ ഫാത്തിമ, എൻ്റെ നാശമാണ് ഫാത്തിമ, എൻ്റെ നാശമാണ് ഫാത്തിമ, എനിക്ക് ദുഃഖമാണ് ഫാത്തിമ. എന്തിനാണ് അങ്ങിങ്ങനെ കരയുന്നത്? ഇന്നി ഖദ് വല്ലൈതു മിൻ അംരി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അധികാരം, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം, ജനപഥങ്ങൾ എന്നെ ഏൽപ്പിച്ച ദിവസമാണ് ഫാത്തിമ, എന്നെ ഏൽപ്പിച്ചു ഫാത്തിമ. അശരണായരായ ആളുകളുടെ കാര്യം, വിധവകളായി നൊമ്പരപ്പെടുന്ന ആളുകളുടെ ജീവിതം, മിസ്കീനുകളും ഫക്കീറുമായ ആളുകളുടെ ജീവിതം, യത്തീമുകളായ മക്കളുടെ ജീവിതം, അടിമകളുടെ ജീവിതം, പട്ടിണിപ്പേക്കോലങ്ങളുടെ ജീവിതം, പാർശ്വവൽക്കരിക്കപ്പെട്ട പതിനായിരങ്ങളുടെ ജീവിതം, എൻ്റെ തലയിൽ ഇന്ന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഫാത്തിമ. നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ട ഉമറെ? ഫാത്തിമക്ക് അങ്ങനെ പറയാം. കാരണം എന്താണെന്നറിയോ? ഫാത്തിമയുടെ ഭർത്താവ് ഖലീഫയായ ആളാണ്, ഫാത്തിമയുടെ ഉപ്പ ഖലീഫയായ ആളാണ്, ഫാത്തിമയുടെ സഹോദരങ്ങൾ ഖലീഫയായ ആളാണ്, ഫാത്തിമയുടെ കുടുംബ പരമ്പര മൊത്തം ഖലീഫകൾ ഉണ്ടായ ഒരു കുടുംബമാണ്, അല്ലേ? അതുകൊണ്ട് ഫാത്തിമക്ക് അങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? അപ്പൊ പറഞ്ഞ വാക്ക് ഫഅലിംതു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ. എന്നോടവർ ചോദിക്കും, എന്നോട് അല്ലാഹു അവരെ കുറിച്ച് ചോദിക്കും ഒരു ദിവസം, ഖിയാമത്ത് നാളിൽ എന്നോട് അവരെ കുറിച്ച് ചോദിക്കും. ഫഅലിംതു അന്ന റബ്ബി, ഞാൻ മനസ്സിലാക്കുകയാണ്, സയസ്അൽനി അൻഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരെ കുറിച്ച് അല്ലാഹു എന്നോട് ചോദിക്കും. ഞാൻ എന്തുത്തരമാണ് പറയുക ഫാത്തിമ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ആ മനുഷ്യൻ. ഖലീഫയായ ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യണ്ട, മറുപടി റിപ്ലൈ ഞാൻ കൊടുക്കുന്നില്ലോ, നിങ്ങൾ കൊടുക്കണ്ട. അള്ളാഹു ഇടപെടും എന്ന് ഞാൻ പറഞ്ഞില്ലേ, സോറി. ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. 623 ആളുകൾ ഇപ്പോൾ ലൈനിലുണ്ട്, ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അന്ന് അദ്ദേഹത്തിന് അതിൻ്റെ തലേ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഖലീഫ രോഗബാധിതനായും അദ്ദേഹത്തിൻ്റെ മരണവും മരണാനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് വളരെ ടയേർഡായി ഉറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് അന്നത്തെ പകല്. അപ്പോൾ മകൻ വന്നിട്ട് ഒന്ന് കട്ടിലേക്ക് ചെരിഞ്ഞ് വീണു. അദ്ദേഹം പകല് മുഴുവൻ പ്രവർത്തിക്കുകയും രാത്രി ആരാധന ചെയ്യുകയും ചെയ്യുന്ന, ഖുർആനോദി കരയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ മകൻ വന്ന് വിളിച്ചു ചോദിക്കാം, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. മകൻ വന്ന് ചോദിക്കുക, ഉപ്പച്ചി നിങ്ങൾ എന്തൊട്ട് ചെയ്യാനപ്പോൾ പോകുന്നത്? എന്ത് ചെയ്യാനാ പോകുന്നത്? മോനെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് ഉറങ്ങട്ടെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ളുഹറിന് ശേഷം നമുക്കൊന്ന് കൊട്ടാരത്തിലേക്ക് പോകാം. അപ്പം മകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അങ്ങനത്തെ മക്കളുണ്ടാണ്. അപ്പച്ചി, നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണോ? നിങ്ങളൊരു രാജ്യത്തിൻ്റെ ഖലീഫയായ ആളല്ലേ? ഒരുപാട് ജനബദ്ധങ്ങളുടെ വേദനകളെ സഹായിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾക്ക് മുമ്പേ ഒരുപാട് അനീതികൾ ഉമവിയ്യ ഖിലാഫത്തിന്റെ കീഴിൽ മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ അനീതികൾക്ക് പകരം ചോദിക്കാതെ ഉറങ്ങാൻ പോവുകയാണോ നിങ്ങൾ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ രണ്ടാമൻ പറയാം, മോനെ, ഉപ്പച്ചി ഇത്തിരി നേരം ഉറങ്ങിയിട്ട് ളുഹർ നിസ്കരിച്ചിട്ട് ഞാൻ അതിനു വേണ്ടി ഫുൾ ടൈം പോവാണ്, അതിനു വേണ്ടി ചെയ്യാൻ പോവാം. അപ്പൊ ആ മകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉപ്പച്ചി, ളുഹർ നമസ്കരിക്കുന്നത് വരെ നിങ്ങൾ ജീവിക്കുമെന്നതിൻ്റെ ഉറപ്പ് ആരാണ് നിങ്ങൾക്ക് നൽകിയത്? ളുഹർ നിസ്കരിക്കുന്നത് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നും ളുഹർ നമസ്കാരം കഴിഞ്ഞ് ജനങ്ങൾക്ക് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ആരാണ് ഉപ്പ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയത്? തഈശു ഇലൽ ളുഹർ. എങ്ങനെ? ആ വാക്ക് കേട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുജദ്ദിദായ ഇസ്ലാമിന്റെ നവോത്ഥാന നായകൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ഉമർ അബ്ദുൽ അസീസ് ഞെട്ടി.
തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വഖബ്ബലഹു ബൈന ഐനൈഹി, രണ്ട് കണ്ണിലും ചുംബിച്ചു, രണ്ട് കണ്ണിൻ്റെ നടുവിലും ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ ഇതെന്തൊരു വാക്കാണ് നീ പറഞ്ഞത്. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു മകനെ കട്ടയണെന്ന് കേൾക്കുന്നുണ്ടോ ഒന്ന് പറയട്ടോ, പെട്ടെന്ന് പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഞാൻ വന്നിട്ടുണ്ട്, ക്ലിയർ ആണോ?